നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പറയാനല്ല, സത്യത്തിൽ എനിക്ക് കുറച്ച് റിക്വസ്റ്റ് വന്നായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ ഒരു വീഡിയോയിലായിട്ട് ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നത് കാണിച്ചായിരുന്നു. സോ എല്ലാവർക്കും, അതായത് എനിക്ക് പേഴ്സണലായിട്ടും അല്ലാതെയും എനിക്ക് കുറേ കമൻറ്റ്സ് കിട്ടിയായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം സോ സോറി, ബിക്കോസ് കമൻറ്റ്സ് വളരെ പ്രൈവറ്റായിട്ടാണ് യൂസിക്കുന്നത്, ലൈക്ക് ഹിഡനാണ്. ഇൻ ഫ്യൂച്ചർ ഞാനത് പബ്ലിക് ആക്കിയിരിക്കും. പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ തുടരാം എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ മറുപടി അല്ലെങ്കിൽ അതിനുള്ള ഒരു ഉത്തരം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഞാനതിൽ ഉപയോഗിക്കുന്ന ഫേസ് പാക്ക് എന്ത് ഫേസ് പാക്കാണ്, എന്ത് തരം ഫേസ് പാക്കാണ്, പിന്നെ എൻ്റെ സ്ക്രോൾ ഡൗണിൽ കണ്ടിരുന്നത് ഒരു ആയുർവേദിക് പ്രോഡക്റ്റ് ആണെന്ന്, പിന്നെ അത് സൈഡ് എഫക്റ്റ് ഇല്ലാത്തതാണെന്നൊക്കെ പറഞ്ഞിരുന്നു. സോ ക്യാൻ യു എലാബറേറ്റ് ദ ഡീറ്റെയിൽസ് എന്ന് ചോദിച്ചിരുന്നു. സോ അതുകൊണ്ട് മാത്രം എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ ഉപയോഗിക്കുന്നത് 2 ആയുർവേദിക് പൗഡേഴ്സാണ്. ദ കോംബോ ഓഫ് 2 ആയുർവേദിക് പ്രോഡക്റ്റ്. ഒന്നെന്ന് പറഞ്ഞത് ഏലാതി ചൂർണം, മറ്റൊന്ന് ലോദ്രാതി ചൂർണം. ഇത് രണ്ടും ഞാൻ എൻ്റെ ഒരു അറിവിൽ 9th സ്റ്റാൻഡേർഡ് മുതൽക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു അഷുറൻസ് എനിക്ക് നല്ലോണം തരാൻ പറ്റും. അതായത് സൈഡ് എഫക്ട്സ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഏലാതി ചൂർണം, ലോദ്രാതി ചൂർണം 1:1 എന്നുള്ള റേഷ്യോയിൽ തന്നെ, അതായത് ഡൈല്യൂട്ട് ചെയ്യേണ്ട ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:1, ഈക്വൽ. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുമ്പോഴും സ്കിന്നിൽ എന്ത് ട്രീറ്റ്മെൻ്റ് ആയിക്കോട്ടെ, എന്താണേലും സ്കിന്നിന് വേണ്ടിയിട്ടാണ് എങ്കിൽ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്താണെന്നറിയാം. ഓയിലി സ്കിന്നാണോ, ഡ്രൈ സ്കിന്നാണോ, എന്താണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. എൻ്റേതൊരു കോംബോ ഓഫ് മിക്സ്ചറാണ്, ഓയിലും പ്ലസ് ഡ്രൈയും ആണ്. Sometimes it's look like very oily, but sometimes not, very dry. So അതിനനുസരിച്ച് നമുക്ക് ഈ 2 ടൈപ്പിനും മിക്സ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യാം. ഈ ആയുർവേദ പ്രോഡക്ട്സ് ഞാൻ പറഞ്ഞതിൽ എല്ലാ ടൈപ്പ് ഓഫ് സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ, അതൊന്നും കൺസിസ്റ്റൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ആഡ് ഓൺ ചെയ്യുന്ന ഇത്തരം പ്രോഡക്ട്സ് ഈ സ്കിൻ ടൈപ്പിനനുസരിച്ച് ചൂസ് ചെയ്യുക. ലൈക്ക് ഇപ്പോൾ റോസ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഡ്രൈ സ്കിന്നിനും ഓയിലി സ്കിന്നിനൊക്കെയും ഓക്കെയാണ്. ഇപ്പം ഞാൻ ആ ഒരു ഇതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇനി ചിലവർക്ക് നാരങ്ങ നീര് എഫക്റ്റീവ് ആകുന്നവരുണ്ടാവാം, ചിലർക്ക് തക്കാളിയുടെ നീരായിരിക്കാം കുറേ കൂടി എഫക്റ്റീവ് ആവാം. അങ്ങനെയുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. ഞാനതൊന്നും വെച്ചിട്ട് അധികം യൂസ് ചെയ്തിട്ടില്ല. നാരങ്ങ നീര് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഇല്ലാന്ന് പറഞ്ഞില്ല. പക്ഷെ അതൊക്കെ ഞാൻ വളരെ ചെറുപ്പത്തിലാണ്. വലുതായതിനു ശേഷം ഞാൻ വലുതായി മീൻസ് ഇപ്പം ഈ ടൈമിലൊന്നും ഞാനങ്ങനെ നാരങ്ങ വെച്ചിട്ട് പരീക്ഷണം ചെയ്തിട്ടില്ല. പരീക്ഷണമല്ല, ലൈക്ക് ഈ ഫേസ് പാക്ക് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കേർഡ് തന്നെയാണ്. പിന്നെ കേർഡ് ഇല്ലാത്ത ദിവസങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ അത് മിക്സ് ചെയ്ത് വെക്കാം. ഇത് പ്രത്യേകം കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റെങ്കിലും മിനിമം പിടിച്ച് നിർത്തണം. നല്ല പോലെ സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല പോലെ ഒന്ന് ചൊറിയാനൊക്കെ തോന്നും. അതൊന്നും കാര്യമാക്കണ്ട. പിന്നെ പെട്ടെന്നൊന്നും ഉണങ്ങൂല, കുറേ നേരം പിടിക്കും. നമ്മൾ ഫാനിൻ്റെ അടിയിലൊക്കെ ഡയറക്റ്റ് പോയിരുന്ന് ഉണക്കാൻ അതും ശ്രമിക്കരുത്. നാച്ചുറലായിട്ട് തന്നെ ഉണങ്ങട്ടെ, അത്രയും ടൈം. പിന്നെ നല്ലോണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മേലെ ടാപ്പ് ചെയ്ത് ഇങ്ങനെ കയറ്റാം, അതും നല്ലത് തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഏതൊരു ആയുർവേദ പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മൾ ഈ പഥ്യം നോക്കുക, അല്ലെങ്കിൽ ഇത്രയും മാസം അവർ പറയുന്ന ആ കാലയളവിൽ നമ്മളത് എന്താ പറയുക കഴിച്ചേ പറ്റൂ. അതല്ലാത്ത പക്ഷം നമുക്ക് റിസൾട്ട് കിട്ടില്ല. ഇപ്പോൾ ഈ അലോപ്പതി പോലെയോ പെട്ടെന്ന് റിസൾട്ട് കിട്ടാനൊന്നും നമുക്ക് ആയുർവേദത്തിൽ മാർഗമില്ല. അത് പതിയാനെ കുറച്ച് ടൈം എടുത്തിട്ട് ക്യൂർ ചെയ്യുന്നൊരു ടെക്നിക്കാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും. നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ പിമ്പിൾസൊക്കെ കൂടുന്നത് പോലെ തോന്നും. അങ്ങനെ തോന്നുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിവിടെ വെച്ച് നിർത്തിയാലോ, അതാണ് കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. കാരണം ഇത് കൂടാണ് ചെയ്യുന്നത്, കുറേയെല്ലാം തോന്നും. ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്, അത് കണ്ടിന്യൂ ചെയ്യുക, നല്ല പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. കാരണം നിങ്ങൾക്കിപ്പോൾ ഏത് വേണമല്ലോ, ഇപ്പോൾ തൈരിന് പകരം വെള്ളം യൂസ് ചെയ്യാം, നമ്മൾ കുടിക്കുന്ന വെള്ളം. ടാപ്പ് വാട്ടർ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കിണറിലെ വെള്ളമാണെങ്കിലും അതൊന്ന് ബോയിൽ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും കുറേ കൂടി ബെറ്റർ ആയിരിക്കും. ഇനി വെള്ളവും പറ്റില്ല, ഈ കേടും താല്പര്യമില്ലാത്തവർക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം. റോസ് വാട്ടർ ആകുമ്പോൾ കുറച്ച് നല്ല മണം ഉണ്ടാവും. പിന്നെ മുഖം കുറച്ചുകൂടി ഒന്ന് ലൈറ്റനിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കേർഡിൻ്റെ അത്ര എഫക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
മേ ബി അത് എൻ്റെ സ്കിൻ ടൈപ്പ് നിങ്ങൾ അതായത് വ്യത്യാസം ഉണ്ടാവുമല്ലോ, ഡിഫറൻസ് ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ ഓയിലി സ്കിൻ ഇല്ലാത്തവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രബ്ബറിന് പകരം ഈ പൊടി തന്നെ നമ്മൾ മേൽപോട്ടായിട്ട് സർക്കിൾ ഫോമിൽ റബ്ബ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ ചെറു ചൂടുവെള്ളത്തിൽ മുഖം കഴുകുക. അതും നല്ലതായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് അതിന് ശേഷം നിങ്ങൾ സാധാരണ നൈറ്റ് റൂട്ടീനിൽ എന്തെങ്കിലും പറ്റുന്ന ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്രീമും പറ്റാം. അല്ല ഒന്നും പറ്റാതെ കിടക്കുകയാണെങ്കിലും നോ പ്രോബ്ലം. ഓവർനൈറ്റ് കഴിഞ്ഞ് രാവിലെ എണീക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ മാതിരി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടൊന്നും നമുക്കിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ പറഞ്ഞ മാതിരി സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനാണിത് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം അതായത് 30-40 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക ഉണങ്ങിയ മാതിരിയൊക്കെ ഫീൽ ചെയ്യും. വലിയുന്ന പോലെയൊക്കെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അപ്പോൾ പോയിട്ട് കഴുകി കളയുന്നതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഓയിലി സ്കിൻ ഉള്ളവർക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ റബ്ബ് ചെയ്യൊന്നും നിൽക്കണ്ട. റബ്ബ് ചെയ്യുന്നതോറും ഓയിൽ കണ്ടൻറ്റ് കൂടാനേ ചാൻസസ് ഉള്ളൂ. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുക. ചെറു ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ ഒരു മീഡിയം അതൊന്നും അല്ലാണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ജസ്റ്റ് കൈ ഇടുമ്പോൾ ആ തണവില്ലാത്ത നാച്ചുറലായിട്ടുള്ള വെള്ളത്തിൻ്റെ തണവ് മാറിയിട്ടുള്ളൊരു ഫോമിലേക്ക് എത്തുക, അത്രേ വേണ്ടല്ലോ. അത് ഭയങ്കര ചൂടൊന്നും വേണമെന്നില്ല. അതുകൊണ്ട് ആ പൊടി കളയുക. ഇതാണ് മെയിനായിട്ടുള്ള ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ഇത്രയൊക്കെ എനിക്കും കൂടുതൽ അറിയുള്ളൂ. കൂടുതൽ വിവരങ്ങൾ ഇതേപ്പറ്റി അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ എഫക്റ്റിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്കുകൾ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ബിക്കോസ് ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് കിട്ടുന്ന കാര്യം തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി അറിയാൻ വേണ്ടിയിട്ടായിട്ട് ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിന്. അപ്പോൾ അത് കണ്ട് നിങ്ങൾക്കത് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് വരുന്നത്, അത് കുറേ കൂടി എഫക്റ്റീവ് ആയിരിക്കും.